സർ, ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ പ്രഥമമായി ഞാൻ പിന്തുണക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം പേർക്ക് 6,788 കോടി രൂപയുടെ ചികിത്സ സൗജന്യമായി നൽകിയിട്ടുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 62,122 പേർക്ക് 473 കോടി രൂപയുടെ സഹായവും, ആരോഗ്യകിരണം വഴി 8.49 ലക്ഷം കുട്ടികൾക്ക് 1,736 കോടി രൂപയുടെയും ചികിത്സ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയായ കാസ്പ് വഴി 24.06 ലക്ഷം പേർക്ക് 6,271 കോടി രൂപയുടെ സഹായവും നാം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും, ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനമാക്കി എറണാകുളം ജനറൽ ആശുപത്രിയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടം തന്നെയാണ്. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സൊല്യൂഷനും ഉപയോഗിച്ച് ചലനശേഷി നഷ്ടമായവരുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ജി ഗേറ്റർ രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു കഴിഞ്ഞു. സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയതിന് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനങ്ങളും 28 പുരസ്കാരങ്ങൾ നേടിയെടുക്കുന്നതിന് ശിശുക്ഷേമ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സർ, വൈദ്യശുശ്രൂഷയും പൊതുജനാരോഗ്യവും മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം 2,915.49 കോടി രൂപയായി ഉയർത്തിയതിലൂടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി പകർച്ചവ്യാധികളില്ലാത്ത രോഗം ബാധിച്ച നിർധനരായ രോഗികൾക്ക് റഫറൽ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഒരു പുതിയ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം മെഡിക്കൽ കോളേജ് ആധുനിക കാത്ത് ലാബുകൾ സ്ഥാപിക്കുന്നതിനായി 45 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുള്ള സർക്കാരാണിത്. കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്റ്റോക്ക് യൂണിറ്റ് സൗകര്യമൊരുക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. സർ, കേരള സർക്കാരിൻ്റെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ഒന്നാം ഇടതുപക്ഷ സർക്കാർ, രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലവും ചേർന്ന് ആകെ 5,082.67 കോടി രൂപ സംസ്ഥാനം ചെലവഴിക്കുകയുണ്ടായി. ഇതിൽ വെറും 853.58 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമായത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ആകെ പദ്ധതി വിഹിതമായി 532.84 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 17.23 കോടി രൂപയും കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഭീഷണിയായി മാറിയ ക്യാൻസർ ചികിത്സയ്ക്ക് 152.50 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ആയുഷ് വകുപ്പിൻ്റെ കീഴിൽ ആയുർവേദ, ഹോമിയോപ്പതി വിഭാഗങ്ങൾക്ക് ആകെ ഏകദേശം 150ഓളം കോടി രൂപ വകയിരുത്തിയതിലൂടെ എല്ലാ ആരോഗ്യ വിഭാഗങ്ങളുടെയും വികസനം നമ്മുടെ ലക്ഷ്യമാണെന്ന് തെളിയിക്കുകയാണ്. തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഒരു തീരദേശ പാക്കേജ് അനുവദിക്കുന്നതിന് 75 കോടി രൂപ അനുവദിച്ചത് നമുക്കറിയാം. അതോടൊപ്പം കോഴിക്കോട് സെൻട്രൽ ഫിഷ് മാർക്കറ്റിൻ്റെയും ആലുവ ഫിഷ് മാർക്കറ്റിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൽ സ്റ്റഡീസ് സർവകലാശാല പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തീരദേശ വികസന പദ്ധതികൾക്കായി 176.98 കോടി രൂപയും മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസന പദ്ധതികൾക്കായി 139 കോടി രൂപയും വകയിരുത്തി. പുനർഗേഹം പദ്ധതിയിലൂടെ ഇതുവരെ 2,428 വ്യക്തിഗത ഭവനങ്ങളും 390 ഫ്ളാറ്റുകളും നിർമ്മാണം പൂർത്തീകരിച്ച് 2,818 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സർവതല സ്പർശി എന്ന പ്രയോഗം അന്വർത്ഥമാക്കുന്നുണ്ട് ഈ ബജറ്റ്. ഈ ബജറ്റിൽ 1,00,000 ലൈഫ് ഭവനങ്ങളും 19 ഭവന സമുച്ചയവുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4,27,736 വീടുകൾ പണി പൂർത്തിയാക്കി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾ താമസം ആരംഭിച്ചു. ആ ആത്മവിശ്വാസത്തിൻ്റെ ബലത്രയിലാണ് ഈ പുതിയ പ്രഖ്യാപനം. പറയുന്നത് മാത്രം ചെയ്യുകയും
ചെയ്യുന്നത് മാത്രം പറയുകയും ചെയ്യുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നയം. കേരളത്തിൻ്റെ ഭാവിയുടെ ദിശാസൂചകമായ ടേക്ക് ഓഫ് ബജറ്റിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃത്യമായ പരിഗണന ലഭിച്ച ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ ആഹ്ലാദത്തോടെ ഞാൻ വീണ്ടും പിന്തുണയ്ക്കുകയാണ്. ഗതാഗത മേഖലയുടെ വികസനത്തിനായി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങിയ ദേശീയപാത പദ്ധതികൾക്ക് മാത്രമായി 2370.59 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത നാം ഏറ്റെടുത്തിട്ടുണ്ട്. വയനാട് തുരങ്കപാതക്കായി 2134.50 കോടി രൂപ സംസ്ഥാനം മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 2952 കിലോമീറ്റർ റോഡിൽ 17,483.8 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയതിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കുകയാണ്. 5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങിയ നാം ലക്ഷ്യം പൂർത്തിയാക്കി പുതിയ 150ഓളം പാലങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. പദ്ധതിയേതര വിഹിതം ഉൾപ്പെടെ 4219.41 കോടി രൂപ റോഡുകളും പാലങ്ങളും മേഖലയ്ക്ക് വകയിരുത്തിയത് കേരളത്തിൻ്റെ ടൂറിസം മേഖലക്കും വ്യാപാര മേഖലക്കും വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകും. കേരളത്തിൽ ടൂറിസം രംഗം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കോൺട്രാക്ട് കാരിയർ ടൂറിസ്റ്റുകളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് ത്രൈമാസ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരിയർ വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിച്ച് 2500 രൂപയാക്കിയത്, സ്റ്റേറ്റ് കരിയറുകളുടെ നികുതിയിൽ 10% ഇളവനുവദിക്കുന്നത് തുടങ്ങിയവ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെയേറെ ഉപയുക്തമാകും. രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഏകദേശം 60 ലക്ഷം പേർക്ക് 1600 രൂപ വീതം 11,000 കോടി രൂപയിലധികം ഓരോ വർഷവും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്താണ് നാം ജീവിക്കുന്നത്. സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും എന്ന മേഖലയ്ക്കുള്ള തുക കഴിഞ്ഞ വർഷത്തേക്കാൾ 80.98 കോടി രൂപ വർദ്ധിപ്പിച്ച് 706.71 കോടി രൂപയിലെത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അംഗനവാടികളെ വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻ്ററുകളായി വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി 11 കോടി രൂപ, അംഗനവാടികളിൽ മുട്ടയും പാലും നൽകുന്ന പദ്ധതി വിപുലപ്പെടുത്തുന്നതിന് 80 കോടി രൂപ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കോ സോഷ്യൽ പദ്ധതിക്കായി 51 കോടി രൂപ, സംയോജിത ശിശു സംരക്ഷണ പദ്ധതിക്ക് 11 കോടി, ജെൻഡർ പാർക്ക് സ്ഥാപിക്കുന്നതിന് 9 കോടി രൂപ തുടങ്ങി വിവിധ ആരോഗ്യ കുടുംബക്ഷേമ മേഖലകളുടെ വികസനത്തിന് 400 കോടിയിലധികം രൂപ വകയിരുത്തിയത് ക്ഷേമ കുടുംബം സമൂഹത്തിൻ്റെ നട്ടെല്ലാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്. പവർ കട്ടില്ലാത്ത കേരളം നമ്മൾ അഭിമാനമാണ് സർ. കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നവർക്കറിയാം, പവർ കട്ട് കാരണം മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് അവിടെ. വൈദ്യുതി വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡിൻ്റെ വികസനത്തിനായി 158.8 കോടി രൂപ അനുവദിച്ചതോടൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി, പട്ടികവർഗ മേഖലകളിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ തുടങ്ങി നിരവധി പദ്ധതികൾ നമ്മുടെ ലക്ഷ്യമാണ് സർ. കേന്ദ്ര അവഗണന അതിൻ്റെ പരിധികൾ ലംഘിച്ച് മുന്നേറുന്നത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സർ. കേന്ദ്രാവിഷ്ഠിത പദ്ധതികളെ കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതികളാക്കി മാറ്റിയതിനെതിരെ പ്രതിപക്ഷം വാതുറക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഒപ്പുവെച്ച പുതിയ കരാറിൻ്റെ പരമായി കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ്. 10 കോടി ജനങ്ങൾ ഡയറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇനി നിറയാൻ പോകുന്നത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നാൽ കേന്ദ്രം ആവിഷ്കരിച്ച് സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതികളായിരുന്നു. അതിൽ പരമാവധി 25% വരെ മാത്രമായിരുന്നു സംസ്ഥാനം ചെലവഴിക്കേണ്ടിയിരുന്നത്. ഇപ്പോഴോ 40-50% സംസ്ഥാനം ചെലവഴിക്കേണ്ട അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 17 സീറ്റ് നേടിയ LDF-നേക്കാളും നേട്ടം വരിച്ചത് 12 സീറ്റ് നേടിയ UDF ആണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ സഭയിലും ഇതേ ഗതി വന്നതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ വരുമാന വിഹിതം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിന് നികുതിയേതര വരുമാനം വർദ്ധിക്കുമ്പോൾ കേന്ദ്ര വിഹിതം ക്രമാനുഗതമായി കുറയുന്നത് നമുക്ക് കാണാനാകും. കേരളത്തിന് റവന്യൂ കമ്മി കുറഞ്ഞു, പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം കുറഞ്ഞു,
ധനകാര്യ മാനേജ്മെന്റിന്റെ ഉത്തമ സൂചകങ്ങളാണിവ. Yes. 2011-14 കാലത്തെ സർക്കാരിന്റെ മൂലധന ചെലവ് വെറും 24,505 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ സർക്കാരിന്റെ 3 വർഷത്തെ മൂലധന ചെലവ് 41,772 കോടി രൂപയും Yes.